നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാ ഇത്രയും ഒരു ത്രില്ലിങ് മാച്ച് ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് നേരത്തെ കിടക്കാൻ പറ്റുന്നത്? ഞാൻ സാധാരണ നോട്ട്സ് എഴുതാറുണ്ട്. സാധാരണ ഒരു പേജ് 2 പേജിലൊക്കെ തീരുന്ന, ഇതിപ്പോൾ ഒരു പേജും കഴിഞ്ഞ് 2 പേജും കഴിഞ്ഞ് വേറെ ബുക്കൊക്കെ എടുക്കേണ്ടി വന്നു. എന്തുവായിരുന്നു ഈ ഗെയിം? എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം അറിയില്ല. സീരിയസ്ലി അറിയത്തില്ല. എവിടെയെങ്കിലും തുടങ്ങിയല്ലേ പറ്റൂ. ഫസ്റ്റ് ഹാഫിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്റർ മിലാൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോൾ അടിക്കുന്നു. യമാലിന് ഗെയിം തുടങ്ങിയ ഒരു ഫ്യൂ സെക്കൻഡിനുള്ളിൽ തന്നെ ഒരു അസിസ്റ്റ് കിട്ടേണ്ടതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ബാർസലോണ നല്ല ഹൈലൈൻ പിടിച്ചിട്ട് ഇന്ററിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല ഹൈലൈൻ ഒക്കെ പിടിച്ചിട്ട് നല്ല ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആയിട്ട് ആ ഹൈലൈൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി സംഭവമൊന്നുമല്ലല്ലോ. എല്ലാവരും നല്ല കോർഡിനേറ്റഡ് ആയിട്ട് നിൽക്കണ്ടേ. അങ്ങനെ നല്ല ഹൈലൈൻ ഒക്കെ പിടിച്ച് നല്ല രീതിയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ഹൈലൈൻ ഒക്കെ പിടിക്കുമ്പോൾ ഉള്ളൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഒരു ക്ലീൻ പാസ് മതി അത് ബ്രേക്ക് ചെയ്ത് പോവാൻ. അങ്ങനെ ബാർസലോണ ഹൈലൈൻ ഒക്കെ പിടിച്ച് നല്ല അത്യാവശ്യം തരക്കേടില്ലാതെ കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് ആ ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ അധികം സമയമൊന്നും വേണ്ടി വരുന്നില്ല ഇന്റർ മിലാനിന് ഫസ്റ്റ് ഗോൾ അടിക്കാൻ. ഡംഫ്രീസ് അതിമനോഹരമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ ബോള് വിൻ ചെയ്ത് റൈറ്റ് വിങ്ങിലൂടെ കയറി കട്ട് ബാക്ക് ചെയ്ത് മാർട്ടിനേസിന് കൊടുക്കുന്നു. മാർട്ടിനേസ് അത് ക്ലീൻ ആയിട്ട് അത് ഫിനിഷ് ചെയ്ത് ഗോളാക്കുന്നു. അങ്ങനെ 1-0 എന്ന നിലയിലേക്ക് ഇന്റർ മിലാൻ കയറുകയാണ്. ഇതിനു മുമ്പ് ഈ ഗോളിന് മുമ്പ് തന്നെ മിക്കറ്റാരിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ബെർലയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇന്റർ അങ്ങനെ ഒരു ആധിപത്യം ആ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീരാറാവുമ്പോഴത്തേക്ക് മാർട്ടിനേസിന്റെ ഒരു അഡ്വാൻസ് റണ്ണ് ബോൾ പൊസഷനോടെ അഡ്വാൻസ് റണ്ണ് പെനാൽറ്റി ബോക്സിലേക്ക് കുബാർസി മാർട്ടിനേസിനെ ടാക്കിൾ ചെയ്യുന്നു. ആദ്യം അത് ഫൗൾ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ടി വിയിൽ കാണുമ്പം ബേസിക്കലി അത് ഫൗൾ അല്ലെന്നേ നമുക്ക് തോന്നുന്നു. പക്ഷെ അത് VAR-ലേക്ക് പോകുന്നു. VAR-ലേക്ക് പോകുമ്പോൾ അത് ബെറ്റർ ഒരു വ്യൂ കിട്ടുന്നു. ആ വ്യൂവിൽ നമുക്ക് ഈസിലി മനസ്സിലാവുന്നു അതൊരു ഫൗൾ ആയിരുന്നെന്ന്. അൺഫോർച്ചുനേറ്റ്ലി കുബാർസി നല്ലൊരു പ്ലെയർ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഫൗളായിട്ട് വരുന്നു. പെനാൽറ്റി ബോക്സിനകത്തായതുകൊണ്ട് പെനാൽറ്റി വരുന്നു. അത് ഇന്റർ മിലാന്റെ കലാനിലു പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് സ്കോർ ചെയ്യുന്നു. അങ്ങനെ 2-0 എന്ന സ്ട്രോങ് പൊസിഷനോടെ ഇന്റർ മിലാൻ ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യുകയാണ്. കാര്യം ശരിയാണ്, യമാലുണ്ട്, റഫീനിയുണ്ട്, ഓൾമയുണ്ട്, ഫെറാനുണ്ട്. പക്ഷേ അവരാരും അങ്ങോട്ടൊരു ആധിപത്യം ആ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു ഫസ്റ്റ് ഹാഫിലേക്ക്. ശരിയാണ്, യമാൽ കുറേ ക്രോസസ് അകത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ക്രോസസ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബാർസലോണ ഈ ഗെയിമിലേക്ക് തിരിച്ചു വരികയാണ് എറിക് ഗാർസിയയുടെ ഗോളിലൂടെ. അത് 54th മിനിറ്റിൽ നല്ലൊരു ക്ലീൻ വോളി, സൂപ്പർ ഗോൾ. അങ്ങനെ ഫസ്റ്റ് ഗോൾ തിരിച്ചടിക്കുകയാണ് ബാർസലോണ. പിന്നെ പതുക്കെ ഡേഞ്ചറസ് അറ്റാക്കിംഗ് ഫ്രം ബാർസലോണ. ഒരുപാട് ക്രോസസ്. അഗെയിൻ യമാൽ ഈ ഗെയിമിൽ ടോട്ടൽ 9 ഷോട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. 9 ഷോട്ട്സ്. യാൻ സോമറിന്റെ ഒരു വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ലാസ്റ്റ് മിനിറ്റിൽ യമാലിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് ഫിംഗർ ടിപ്പ് സേവ് ചെയ്യുന്നു യാൻ സോമർ. അപ്പം ഈ ഗെയിമിലേക്ക് തിരിച്ചു വരികയാണ് ആ ഒരു ഫസ്റ്റ് ഗോളോടെ ബാർസലോണ. സെക്കൻഡ് ഗോള് ബാർസലോണയ്ക്കും അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഓൾമോടെ ഒരു വണ്ടർഫുൾ ഒരു ഹെഡർ. അങ്ങനെ 2-2 എന്ന് ഈക്വലൈസ് ചെയ്യുകയാണ് ബാർസലോണ. 2-2 എന്ന നിലയിലേക്കായപ്പോൾ ബാർസലോണ ആർ ഫുൾ ഓഫ് കോൺഫിഡൻസ്. കുറെ കൂടെ നല്ല രീതി, മികച്ച രീതിയിൽ ടെമ്പോ പാസസ് വരുന്നു. കുറെ കൂടെ നല്ല ക്രിയേറ്റീവായിട്ട് അറ്റാക്കിങ് ചെയ്യുന്നു. എഗെയിൻ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിൻ്റെ തൊട്ട് യമാലിന് ടോട്ടൽ 9 ഷോട്ട്സ് ആണ്. അതിലൊരെണ്ണം പോസ്റ്റിൽ വരെ തട്ടിപ്പോയിട്ടുണ്ട്. 92nd മിനിറ്റിൽ ഒരു പോസ്റ്റിൽ തട്ടി തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ യമാൽ എഗെയിൻ ഇങ്ങനെ ക്രോസസ് അകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. കൂടുതൽ അറ്റാക്സും യമാലിന്റെ സൈഡിൽ നിന്നായിരുന്നു. യമാലിന്റെ കയ്യിൽ നിന്ന് ബോൾ എടുക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആയിരുന്നു. യമാലിനെ ഒന്നീ ഫൗൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു 3-4 പ്ലെയർ കവറപ്പ് ചെയ്യുക. അങ്ങനെ മാത്രമേ യമാലിന്റെ കയ്യിൽ നിന്ന് ബോൾ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഫ്രം ബാർസലോണ സൈഡ് നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ 2-2 എന്ന് നിൽക്കുന്ന സമയത്ത് പെഡ്രിയുടെ വക 87th മിനിറ്റിൽ ഒരു ത്രൂ പാസ് നമ്മുടെ റഫീനയ്ക്ക്. പക്ഷെ ആ ത്രൂ പാസ് എന്ന് പറയുന്ന അതൊരു ഈസി ഫിനിഷ് ഒന്നും അല്ലായിരുന്നു. റഫീനിയക്ക് ഒരുപാട് അതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. റഫീനിയ ആദ്യം ഒരു ഷോട്ട് എടുക്കുന്നു, അത് യാൻ സോമർ സേവ് ചെയ്യുന്നു. അത് റീബൗണ്ട് ആയിട്ട് റഫീനിയയുടെ കാലിൽ തന്നെ വരുന്നു. റഫീനിയ സെക്കൻഡ് ഷോട്ട് എടുക്കുന്നു, അത് ബോട്ടം കോർണറിലേക്ക് പോകും. അങ്ങനെ 3-2 എന്ന നിലയിൽ 87th മിനിറ്റിൽ, ഇനി കളി തീരാൻ വളരെ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടെ ഉള്ളൂ ബാക്കി.
അങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ 3-2 എന്ന നിലയിലേക്ക് ബാർസലോണ മുന്നേറുകയാണ്. ഈ സെമി ഫൈനലിൽ ആദ്യമായിട്ട് ബാർസലോണ മുന്നിട്ട് നിൽക്കുന്ന ഒരൊറ്റ സമയം അത് ഈ സമയത്തായിരുന്നു. എല്ലാവരും കളി ബാർസലോണ ജയിക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യമാലിന്റെ വക ഒരു ഷോട്ട് 92nd മിനിറ്റിൽ അത് പോസ്റ്റിൽ തട്ടി റീബൗണ്ട് ആയിട്ട് പോകുന്നു. അത് കയറുകയായിരുന്നെങ്കിൽ കലാസ് 4-2 എന്ന നിലയിൽ ഈസി ആയിട്ട് ബാർസലോണയ്ക്ക് ഫൈനലിലേക്ക് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡംഫ്രീസ് എഗെയിൻ ഒരു പാസ് ബോക്സിനകത്തേക്ക്, ആ പാസ് ഫ്രാൻചെസ്കോ കൺവേർട്ട് ചെയ്യുന്നത് 93rd മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ. വാട്ട് എ ഗോൾ, വാട്ട് എ ടൈം ടു സ്കോർ. എന്താ ഗോൾ, എന്തായിരുന്നു ആ സെലിബ്രേഷൻ. ഷർട്ടൊക്കെ ഊരി ഭയങ്കര അടിപൊളി കിടിലൻ സെലിബ്രേഷൻ. അത് ഡിസേർവ്ഡ് ആണ് ആ ഒരു സെലിബ്രേഷൻ, ആ ഒരു ഗോളിന്. അങ്ങനെ കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ബാർസലോണയുടെ സൈഡിൽ നിന്നായാലും ശരി, ഇന്റർ മിലാന്റെ സൈഡിൽ നിന്നായാലും ശരി, ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. മാർട്ടിനൈസിനെ ചേഞ്ച് ചെയ്യുന്നു ഇന്ററിന്റെ സൈഡിൽ നിന്ന്, അതുപോലെ ഫെറാനെ ചേഞ്ച് ചെയ്യുന്നു ബാർസലോണയുടെ സൈഡിൽ നിന്ന്. ഫെറാനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ബാർസലോണ 3-2 എന്ന നിലയിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ലെവൻഡോസ്കിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അകത്തേക്ക് കയറ്റുന്നത്. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഇച്ചിരി വിയേർഡായിട്ട് തോന്നി. അവിടെ എന്തിനായിരുന്നു ഒരു അറ്റാക്കറിന്റെ ഒരു ആവശ്യകത? ആ സമയത്ത് ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയും കളി തീർക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി അല്ലേ കൊണ്ടുവരേണ്ടത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കളി എങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് കയറുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് കയറുമ്പോൾ 99ാമത്തെ മിനിറ്റിൽ തുറാമിന്റെ ഒരു ബ്രില്യൻ ഹോൾഡപ്പ് പ്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. എന്താ തുറാമിന്റെ ആ ഒരു സ്ട്രെങ്ത്. ആ സ്ട്രെങ്തിൽ വെച്ച് ഹോൾഡപ്പ് പ്ലേ ചെയ്തിട്ട് നേരെ ആ ബോള് മെഹദിക്ക് പാസ് കൊടുക്കുന്നു. മെഹദി അത് ബോക്സിനകത്ത് ലേ ഓഫ് ചെയ്ത് ഫ്രെറ്റേസിക്ക് കൊടുക്കുന്നു. ഫ്രെറ്റേസി അത് യമാൽ സ്കോർ ചെയ്യത്തില്ലേ, അതുപോലത്തെ ഒരു ലെഫ്റ്റ് ഫുട്ട് കേളർ ഇങ്ങനെ കേൾ ചെയ്ത് അത് ബോട്ടം കോർണറിലേക്ക് പോകുന്നു. വാട്ട് എ ഗോൾ. അങ്ങനെ ഇന്റർ മിലാൻ 4-3 എന്ന നിലയിലേക്ക് തിരിച്ചു വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് അറ്റാക്ക് ബാർസലോണയുടെ സൈഡിൽ നിന്നും ഇന്റർ മിലാന്റെ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർ മിലാന് ഡിഫെൻസീവ്ലി ഭയങ്കര സോളിഡ് ആയിരുന്നു. ഗ്യാബിയുടെ പാസ് ആയാലും ശരി, ഫ്രെഡി ഡിയോങ്ങിന്റെ പാസ് ആയാലും ശരി, ഇതൊന്നും ഈ ഇന്റർ മിലാന്റെ മിഡ് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകുന്നില്ലായിരുന്നു. ഇവരുടെ ആരുടെയും ത്രൂ പാസസ്. അത്ര നല്ലൊരു ഡിഫെൻസീവ് സ്ട്രക്ചർ ആയിരുന്നു ഇന്റർ മിലാന്റേത് ഈ ഗെയിമിൽ. എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വരുമ്പോൾ യമാൽ ഒരുപാട് ഷോട്ട്സ് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ യാൻ സൊമറിന്റെ വളരെ മനോഹരമായ സേവ്സുകളും ഒക്കെ വരുന്നുണ്ട്. ലെവൻഡോസ്കിക്ക് ഇതിനിടയിൽ 2 ഹെഡർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയായിരുന്നു. ഇത് രണ്ടും ലെവൻഡോസ്കിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ പറ്റാത്ത ഒരു ഗെയിം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിം നാളെ എങ്ങാനും റിവ്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു കളി തുടങ്ങുന്നതിന് മുമ്പ്. പക്ഷെ കളി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഗെയിം റിവ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് ഗെയിമാണ് റിവ്യൂ ചെയ്യേണ്ടത്? ഇതൊക്കെ ചൂടോടെ തന്നെ റിവ്യൂ ചെയ്യേണ്ട ഗെയിമുകളാണ്. അത്രയ്ക്കൊരു ത്രില്ലിങ് മാച്ചായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതൊക്കെ ലൈവ് കണ്ടിട്ടുണ്ടാവുമെന്ന്. നിങ്ങൾ ഏത് ഫാൻ വേണേ ആയിക്കോട്ടെ, ഏത് ഫുട്ബോൾ ഫാനിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു ഇന്റർ മിലാൻ വേഴ്സസ് ബാർസലോണ ഈ ഒരു ഗെയിം. അങ്ങനെ ഇൻസാഗിയുടെ പിള്ളേർ ഫൈനൽ സ്പോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി നാളെ PSG വേഴ്സസ് ആർസണൽ. ആരായിരിക്കും ഇന്ററുമായിട്ട് ഫൈനലിൽ? നമുക്ക് കാണാം നാളെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ കൂടുതൽ കോണ്ടന്റ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.